ഹലോ, ഇത് നമ്മുടെ സാമ്പിൾ ട്രെയിനിങ് സ്പ്ലിറ്റാണ്. സാധാരണ ജിമ്മിലെല്ലാവരും നോർമലി പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നത് ബ്രോ സ്പ്ലിറ്റ് എന്ന് പറയും. അതായത് മൺഡേ ഒരു ചെസ്റ്റ്, ബാക്ക്, ബൈസെപ്സ്, ചെസ്റ്റ്, ഷോൾഡർ, അങ്ങനെ ഡിഫറെൻറ്റ് മസിൽസ് വേറെ വേറെ ഗ്രൂപ്പിൽ ചെയ്യും. ഇപ്പോൾ ഒരു ദിവസം 5-6 എക്സസൈസ് ചെയ്യും. ബട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം 5-6 സെയിം ചെസ്റ്റ് തന്നെ ചെയ്താൽ നാലാമത്തെ മസിലാകുമ്പോഴത്തേക്കും ചെസ്റ്റ് നോർമലി ടയേർഡാവും. അങ്ങനെ വരുമ്പോൾ അത് എഫക്റ്റീവായിട്ടുമല്ല നാലാമത്തെ 5-ാമത്തെ എക്സസൈസ്. പിന്നെ മാസത്തിൽ ഒരു മസിൽസിന് ആകെ 4 തവണയേ കിട്ടുള്ളൂ. അപ്പോൾ പ്രോപ്പർ ആ ഒരു വർക്കൗട്ട് വോളിയം കിട്ടാനും ബുദ്ധിമുട്ടാവും. അതിന് പകരം നമുക്ക് പല രീതിയിൽ ട്രെയിനിങ് സ്പ്ലിറ്റ് ചെയ്യാം. ഇന്നൊരു ട്രെയിനിങ് സ്പ്ലിറ്റാണ് സുപ്പീരിയർ, ഇന്നതാണ് ഇൻഫീരിയർ, അങ്ങനെയില്ല. ഏതാണോ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഏതാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, അതാണ് ഏറ്റവും നല്ല ട്രെയിനിങ് സ്പ്ലിറ്റ്. അതിന് ഇതൊരു സാമ്പിൾ ട്രെയിനിങ് സ്പ്ലിറ്റ് ഉണ്ടാക്കിയതാണ്. ഇതിൽ നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 2, 3, 4, 5, 6. അത് 2 ദിവസം ചെയ്യാൻ പറ്റുന്നതാണോ, 3 ദിവസം ചെയ്യാൻ പറ്റുന്നതാണോ, 4 ദിവസം ചെയ്യാൻ പറ്റുന്നതാണോ എന്ന്. ഇത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഭയങ്കര തിരക്കുള്ള ആളാണ്, എങ്ങനെ നോക്കിയാലും 2 ദിവസം ജിമ്മിൽ പോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഫുൾ ബോഡി ചെയ്യാം, വേറൊരു ദിവസം ഫുൾ ബോഡി ചെയ്യാം. ഇത് വേണമെങ്കിൽ ഇങ്ങോട്ടാക്കാം, ഇങ്ങോട്ടാക്കാം. ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് 2 ഫുൾ ബോഡി ചെയ്യാം. അപ്പോൾ ചെസ്റ്റിന് 2 മസിൽസ്, അല്ലെങ്കിൽ ഷോൾഡർ 2 മസിൽസ്, ബാക്ക് മസിൽസ് 2, അങ്ങനെ വെച്ചിട്ട് ചെയ്യാം. കുറച്ച് ലെങ്തി ആയിരിക്കും, ബട്ട് 2 ഫുൾ ബോഡി ചെയ്യാം നിങ്ങളുടെ എനർജി ലെവൽ അനുസരിച്ചിട്ട്. പിന്നത്തെ പറഞ്ഞ ട്രെയിനിങ് സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ 3 ദിവസം ട്രെയിനിങ് സ്പ്ലിറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഫുൾ ബോഡി ചെയ്യാം, ഒരു ദിവസം ഫുൾ ബോഡി, 3 ഫുൾ ബോഡി ചെയ്യാം. അപ്പോൾ എക്സസൈസിന് എണ്ണം കുറയ്ക്കാം, വർക്കൗട്ട് വോളിയം കൂട്ടാം, കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ പുഷ് പുൾ ലോവർ ഒരു കോമ്പിനേഷനിൽ ചെയ്യാം. ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഇതായിരിക്കും, ഫുൾ ബോഡി ലോവർ അപ്പർ. അപ്പോൾ ലോവർ അപ്പറും ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫുൾ ബോഡി കിട്ടും, ഇത് ഫുൾ ബോഡി. അപ്പോൾ ഒരു വീക്കിൽ 2 ടൈംസെങ്കിലും കിട്ടും. ഒരു ബിഗിനറാണ്, ഒരു 3 ദിവസമേ പോകാൻ പറ്റുന്നുള്ളെങ്കിൽ ഈ പുഷ് പുൾ ലോവർ ബോഡി, അത് ലോവർ എന്ന് വെച്ചാൽ ലെഗ് ഡേ ആണ് ഉദ്ദേശിക്കുന്നത്, ലെഗ് ഡേ ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ ഈ 4 ദിവസമുള്ള ആളാണെങ്കിൽ ലോവർ അപ്പർ. ഇത് നല്ലൊരു വേരിയേഷനാണ്. ഇതിൽ ലെഗ് വർക്കൗട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിന് വേണമെങ്കിൽ ലെഗ് ഡേ കുറച്ചിട്ട് ഒരു ഷോൾഡർ വേണം ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടിട്ടും ചെയ്യാം. അതുപോലെ തന്നെ ഇത് വേറൊരു വേരിയേഷൻ, ലോവറും അപ്പറും. ഇപ്പോൾ ഒരു ഫുൾ ബോഡി കിട്ടി, പിന്നെ ഒരു ഫുൾ ബോഡി, അപ്പോൾ 3 ഫുൾ ബോഡി കിട്ടും. ഓക്കെ, ഇതും നല്ലൊരു വേരിയേഷനാണ്. പിന്നെ ഉള്ളത് ലോവർ, പുഷ്, പുള്ള്, ഫുള്ള്. ഇങ്ങനെ വരുമ്പോൾ 2 വട്ടം കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ഇതുപോലെ തന്നെ 5 ഡേ സ്പ്ലിറ്റ്, ഇതാണ് കുറച്ചുകൂടെ കോമൺലി എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സ്പ്ലിറ്റ്. അതായത് ലോവർ ബോഡി, പുഷ്, പുള്ള്, ലോവർ, അപ്പർ. ഇതെങ്ങനെ വേണമെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യാം, സെയിം മസിൽസ് ഒരുമിച്ച് കിട്ടാതിരിക്കാൻ നോക്കിയാൽ മതി. അതുപോലെ തന്നെ ലോവർ അപ്പറും ചെയ്യാം, ഫുള്ള് ചെയ്യാം. ഇതൊക്കെ പിന്നെ 6 ഡേ, അതായത് ലോവർ പുഷ് പുള്ള്. ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിൻ്റെ വർക്കൗട്ട് പ്ലാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഈ സ്പ്ലിറ്റുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്ത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്പ്ലിറ്റ് പ്രകാരം ഒരു പേപ്പർ എടുത്തിട്ട് ഏത് സ്പ്ലിറ്റാണോ ആദ്യം ചെയ്യണമെന്ന് തീരുമാനിക്കുക. എന്നിട്ട് ഒരു ദിവസം ഏതൊക്കെ എക്സസൈസാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക. എന്നിട്ട് അതൊക്കെ തീരുമാനിച്ചിട്ട് അത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ ഞാൻ റിവ്യൂ ചെയ്തു തരാം. വെറുതെ ഇന്ന ദിവസം അപ്പർ ബോഡി, ഇന്ന ദിവസം ലോവർ ബോഡി എന്ന് ഇട്ടാൽ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് പകരം ഏതൊക്കെ എക്സസൈസാണ് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻറ്റ്. അതായത് എന്താണെന്ന് വെച്ചാൽ ബാർബിൾ പ്രസ്സും ഡംബിൾ ചെസ്റ്റ് പ്രസ്സും 2ഉം ഒരേ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ചെസ്റ്റിൻ്റെ അത് 2 മാത്രം ചെയ്തുകൊണ്ട് വലിയ അഡ്വാൻറ്റേജ് ഇല്ല. അതിന് പകരം ഒരു ഇൻക്ലൈൻ മോഷനും ഒരു ഫ്ലാറ്റ് മോഷൻ ചെയ്യാനും കുറച്ച് അഡ്വാൻറ്റേജ് ആയിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ച ഡിഫറൻസ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.